Evaluation of pointers. എങ്ങനെ പോയിന്റേഴ്സിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നു എന്നുള്ളത് കണ്ടു. Then pointers to object കണ്ടു. ഓക്കെ, പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് ഈ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ ദിസ് പോയിന്റർ കണ്ടു. ഇനി പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ് ആണ്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് എങ്ങനെയാണെന്നുള്ളത് കണ്ടു അല്ലേ? എങ്ങനെയാണ് ഒരു പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് കൊടുക്കുന്നത്? നമ്മൾ സിൻടാക്സ് എങ്ങനെയാണ്? കമന്റ് ചെയ്യൂ. പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് എങ്ങനെ? എ ബി സി പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ആണ് എനിക്കുള്ളത് എന്നുണ്ടെങ്കിൽ I have to define that class. അല്ലേ? The class, then main functionൽ നമ്മൾ എന്ത് ചെയ്യും? Will create an object to a class ABC max. ഓക്കെ, ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോയിന്ററും ഡിറൈവ് ചെയ്യാം. സ്റ്റാർ പി അല്ലേ? സ്മാർട്ട് പി ആയിക്കോട്ടെ. Then we can assign p is equal to ampersand x pointers to object അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ? അതെങ്ങനെയാ ചോദിക്കുമ്പം പറയാൻ കിട്ടുന്നുണ്ടോ? ഹലോ, കമന്റ് ചെയ്തിട്ടില്ലെങ്കിലും എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ? പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് എങ്ങനെയാണ് ചോദിക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നുണ്ടോ എങ്ങനെ എഴുതുന്നതെന്നുള്ളത്? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. പിള്ളേരെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് എങ്ങനെയാണ്? ഒബ്ജക്റ്റ് ക്രിയേഷൻ എവിടെയാണ് വരുന്നത്? ക്ലാസ്സിൽ അല്ലേ? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെയാണ്, ആ ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സാണ് നമ്മൾ പോയിന്റേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? ആണോ? നിങ്ങളെന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഹലോ, പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഇതെന്തത്? ഹലോ, ഓഡിബിൾ ആണോ? ഞാൻ കേൾക്കുന്നുണ്ടോ? ഹലോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ പറഞ്ഞ? ഓക്കെ, അപ്പം പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് ഓർമ്മയുണ്ടോ? അത് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് ഓർമ്മയുണ്ടോ? പോയിന്റേഴ്സ് എന്തായിരുന്നു പോയിന്റേഴ്സ് എന്ന് പറയുന്നത്? പോയിന്റർ എന്താ ഹോൾഡ് ചെയ്യുന്ന? വാല്യൂ ആണോ അതോ അഡ്രസ് ആണോ? ഉത്തരം പറഞ്ഞേ. ഒരു വേരിയബിൾ എന്താണ് ഹോൾഡ് ചെയ്യുക? വാല്യൂ ആണ് ഹോൾഡ് ചെയ്യുക അല്ലേ? ഒരു പോയിന്റർ എന്ന് പറയുന്നത് വേറൊരു വേരിയബിളുടെ അഡ്രസ് ആണ് ഹോൾഡ് ചെയ്യുക അല്ലേ? അപ്പം അതിന്റെ ഇപ്പം പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പോയിന്റർ എന്താണ് ഹോൾഡ് ചെയ്യുന്നത്? ഒരു പോയിന്റർ ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ആണ് ആ ഒരു പോയിന്റർ ഹോൾഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ കാണിച്ചേക്കുന്നത്. ക്ലാസ് എ ബി സി എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്കുണ്ട് എങ്കിൽ ആ ക്ലാസിന്റെ പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ABC സ്റ്റാർ പി അല്ലേ? ആ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ആണ് ഈ ഒരു പി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്ററിൽ സ്റ്റോർ ആവുക. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ കോൾ ഒക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ? പി ആരോ ഓർമ്മയുണ്ടോ? അതൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. ദിസ് പോയിന്റ് ഒരു പ്രോഗ്രാം ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? ATR1 ആണ് ഇവിടുത്തെ പോയിന്റർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. XYZ സ്റ്റാർ PTR is equal to new XYZ. ഓക്കെ, XYZ then PTR ആരോ ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് ഈ XYZ എന്നുള്ള ഈ ഒരു ക്ലാസിന്റെ അകത്തുള്ള വോയിഡ് ഡിസ്പ്ലേ ഈ ഫംഗ്ഷൻ ആണ്
എക്സിക്യൂട്ട് ചെയ്യുക, ഹലോ എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർ ptr1 ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴും സെയിം വോയിഡ് ഡിസ്പ്ലേ ഈ ഒരു മെമ്പർ ഫംഗ്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. രണ്ടാമത് ഹലോ എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ 2 ഹലോ ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? റിപ്ലൈ ചെയ്തേ. ഈ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ഹലോ, 20 പേരില്ലേ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് pointers to derived class. Okay, pointers to derived class എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി നമുക്കറിയാം ഡിറൈവഡ് ക്ലാസ് എവിടെയാണ് ഉണ്ടാവുക? ഇൻഹെറിറ്റൻസിൽ അല്ലെ? ഇൻഹെറിറ്റൻസിൽ ബേസ് ക്ലാസ്സും ഉണ്ട്, ഡിറൈവഡ് ക്ലാസ്സും ഉണ്ട് അല്ലേ? ആണോ? ആണോ? റിപ്ലൈ ചെയ്യുന്നുണ്ടാ? കമന്റ് ചെയ്യുന്നുണ്ടാ? ഓക്കെ ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? വി ആർ ക്രിയേറ്റിംഗ് പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. ഓക്കെ, ചിലപ്പോ കേട്ടോ. ക്ലിയർ ആണെങ്കിൽ മീൻസ് നമുക്ക് ഇൻഹെറിറ്റൻസിന്റെ കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അപ്പം ഇവിടെ നോക്കാം, XYZ ആൻഡ് ABC ഇങ്ങനത്തെ 2 ക്ലാസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, XYZ is a base class and ABC is derived from XYZ. ഓക്കെ, സോ ഇപ്പം ഈ ഒരു പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ XYZ എന്നുള്ളൊരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് പറയുന്നില്ല, പക്ഷെ അത് ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു ക്ലാസിന്റെ ആ ഒരു സെഗ്മെന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. ഓക്കെ, ദെൻ ക്ലാസ് XYZ, ആ ക്ലാസ്സിൽ പബ്ലിക് സെക്ഷനിൽ വി ഹാവ് ഷോ ബേസ് മെമ്പർ ഫംഗ്ഷൻ. ഓക്കെ, ഷോ ബേസ് മെമ്പർ ഫംഗ്ഷൻ വിച്ച് ഡിസ്പ്ലേസ് ദ വേർഡ് ബേസ്. ഓക്കെ, ഓക്കെ ആണോ? അതുവരെ ഓക്കെ ആണോ? ക്ലാസ് XYZ ഒരേ ഒരു മെമ്പർ ഫംഗ്ഷനേ ഉള്ളൂ, ഷോ ബേസ്. ബേസ് എന്നുള്ള വേർഡ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് we are defining class ABC അല്ലേ? ക്ലാസ് ABC derived from XYZ publicly. പബ്ലിക് വിസിബിലിറ്റി മോഡ് വെച്ചിട്ടാണ് XYZ എന്ന് ആക്സസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പബ്ലിക്ലി ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? ബേസ് ക്ലാസിന്റെ പബ്ലിക് സെക്ഷനിലുള്ള മെമ്പേഴ്സ് ഒക്കെ ഡിറൈവഡ് ക്ലാസിന്റെയും പബ്ലിക് സെക്ഷൻ മെമ്പേഴ്സ്, ബേസ് ക്ലാസിന്റെ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ മെമ്പേഴ്സ് ഒക്കെ ഡിറൈവഡിന്റെയും പ്രൊട്ടക്റ്റഡ് സെക്ഷൻ മെമ്പേഴ്സ് അല്ലേ? ആണോ? ഓർമ്മയുണ്ടോ? ഹലോ, പബ്ലിക് വിസിബിലിറ്റി മോഡ്, പ്രൈവറ്റ് വിസിബിലിറ്റി മോഡ്, പ്രൊട്ടക്റ്റഡ് വിസിബിലിറ്റി മോഡ്. ഇൻഹെറിറ്റൻസിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത് അല്ലെ? അതല്ലാതെ നമുക്ക് ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ് അല്ലെ? പ്രൈവറ്റിലുള്ള കണ്ടന്റ് ക്ലാസ് മെമ്പർ ഫംഗ്ഷനും ഫ്രണ്ട് ഫംഗ്ഷനും മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊട്ടക്റ്ററിലുള്ളത് ക്ലാസ് മെമ്പർ ഫംഗ്ഷൻ, മെമ്പർ ഫംഗ്ഷൻ, ദെൻ ഡിറൈവഡ് ക്ലാസ്സിനും ഇൻഹെറിറ്റ് ചെയ്യാം. പബ്ലിക്കിലുള്ളത് ആ ഒരു പ്രോഗ്രാമിൽ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം അല്ലേ? ഓർമ്മയുണ്ടോ? ആക്സസ് സ്പെസിഫയേഴ്സും ഇൻഹെറിറ്റ് ചെയ്യുന്ന ആ ഒരു വിസിബിലിറ്റി മോഡ്സും തമ്മിൽ കൺഫ്യൂസ് ആയി പോകരുത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കൺഫ്യൂഷൻ ആയോ? ഓക്കെ, നമുക്കൊരു ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൈവറ്റ് എഴുതിയില്ലെങ്കിൽ ഡിഫോൾട്ട് പ്രൈവറ്റ് ആയിട്ട് വരും അല്ലെ? പബ്ലിക്, പ്രൊട്ടക്റ്റഡ് അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ഈ ക്ലാസിന്റെ അകത്ത് നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ഷനിൽ എന്ത് ഡാറ്റ മെമ്പേഴ്സ് ആയിക്കോട്ടെ, മെമ്പർ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, അത് ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ക്ലാസിന്റെ
member function and friend function. അല്ലേ? ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം പ്രൊട്ടക്റ്റഡ് സെക്ഷനിലാണെങ്കിലും ഇതുപോലെ തന്നെ സെയിം ആണ്. മെമ്പർ ഫംഗ്ഷൻ, ഫ്രണ്ട് ഫംഗ്ഷൻ, ഒപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ്ഡ് ക്ലാസ്സിനും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പബ്ലിക് സെക്ഷനിലുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ് വന്നിട്ടുള്ള പ്രോഗ്രാമിൽ ആ ഒരു ടോട്ടൽ പ്രോഗ്രാം എന്ന് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? Anywhere within the program. ഇതൊക്കെ ആണോ ആക്സസ് സ്പെസിഫയേഴ്സ്? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ പിള്ളേരെ. ഓക്കെ, ഇനി ഈ ഒരു വിസിബിലിറ്റി മോഡ്, ഇൻഹെറിറ്റൻസിലെ വിസിബിലിറ്റി മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു നമുക്ക് ഒരു ഇപ്പൊ ക്ലാസ് ABC നമ്മുടെ ബേസ് ആണ്. വേറൊരു ക്ലാസ് GHI. ഓക്കെ, HIJ. ഓക്കെ, ക്ലാസ് HIJ എന്ന് പറയുന്നത് ഞാൻ ABC ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരുന്നു സിൻടാക്സ്? ക്ലാസ് നെയിം, ദെൻ കോളൻ, പിന്നെ വിസിബിലിറ്റി മോഡ് അല്ലേ? വിസിബിലിറ്റി മോഡ്, ബേസ് ക്ലാസ് നെയിം എന്തായിരുന്നു? ബേസ് ക്ലാസ് നെയിം ഇവിടെ ABC അല്ലേ? അപ്പം ഇവിടെ ഇൻഹെറിറ്റൻസിൽ ഈ ഒരു വിസിബിലിറ്റി മോഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? പബ്ലിക് പ്രൊട്ടക്റ്റഡ് അല്ലെ? പബ്ലിക് പ്രൊട്ടക്റ്റഡ് പ്രൈവറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെയുള്ള വിസിബിലിറ്റി മോഡിന്റെ ഫംഗ്ഷൻ വേറെയാണ്. നമ്മളിപ്പോ ഇവിടെ പ്രൈവറ്റ് ആയിട്ടാണ് ABC ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായി? ABCന്റെ പബ്ലിക് സെക്ഷൻ മെമ്പേഴ്സും പ്രൊട്ടക്റ്റഡ് സെക്ഷൻ മെമ്പേഴ്സും HIJന്റെ പ്രൈവറ്റ് സെക്ഷൻ മെമ്പേഴ്സായി അല്ലേ? ഹലോ, നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണല്ലോ. ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസിൽ നമ്മൾ പബ്ലിക് ആയിട്ടാണ്, പബ്ലിക് വിസിബിലിറ്റി മോഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ബേസ് ക്ലാസിന്റെ പബ്ലിക് സെക്ഷൻ മെമ്പേഴ്സ് ഒക്കെ ഡിറൈവ്ഡ് ക്ലാസിന്റെയും പബ്ലിക് സെക്ഷൻ മെമ്പേഴ്സ്, ബേസ് ക്ലാസിന്റെ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ മെമ്പേഴ്സ് ഒക്കെ ഡിറൈവ്ഡ് ക്ലാസിന്റെയും പ്രൊട്ടക്റ്റഡ് സെക്ഷൻ മെമ്പേഴ്സ് അല്ലെ? ഈ പ്രൊട്ടക്റ്റഡ് വിസിബിലിറ്റി മോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബേസ് ക്ലാസിന്റെ പബ്ലിക് പ്ലസ് പ്രൊട്ടക്റ്റഡ് സെക്ഷൻ മെമ്പേഴ്സ് എല്ലാവരും ഡിറൈവ്ഡ് ക്ലാസിന്റെ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ മെമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് അറിയണം ഇൻഹെറിറ്റൻസിലെ വിസിബിലിറ്റി മോഡും സാധാ ക്ലാസിന്റെ ആക്സസ് സ്പെസിഫയേഴ്സും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതാം. കേൾക്കുന്നുണ്ടോ? എല്ലാരും കേൾക്കുന്നുണ്ടോ? റെസ്പോൺസ് വളരെ കുറവാണ് കേട്ടോ. എന്താ പറ്റിയേ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? പാർവതി, അനുവിന്ദ്, ഹരിത? മിസ് ഓക്കെയാ? അനുവിന്ദ്, ഹരിതയും ഇല്ലേ? ആബ്സെന്റ് എടുത്താണ്. അറ്റൻഡൻസ് എന്താ ഹരിത? ഓക്കെ ആണ്. അനുവിന്ദ് ഉണ്ടോ അവിടെ? അനുവിന്ദ്, അറ്റൻഡൻസ് എടുക്കുമ്പോൾ വേട്ടാ. ഓക്കെ, അപ്പം ഡിറൈവ്ഡ് ക്ലാസ്, പോയിന്റേഴ്സ് ടു ഡിറൈവ്ഡ് ക്ലാസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതില് ബേസ് ക്ലാസ് ആയിട്ട് നമുക്ക് XYZ കണ്ടു. XYZ പബ്ലിക് സെക്ഷൻ മെമ്പർ ആയിട്ട് അല്ലെ, പബ്ലിക് സെക്ഷൻ മെമ്പർ ഫംഗ്ഷൻ ആയിട്ട് ഷോ ബേസ് ഉണ്ട്. ദെൻ ക്ലാസ് ABC XYZ എന്ന് പബ്ലിക്ലി ഡിറൈവ് ചെയ്യാണ്. അവിടെയും പബ്ലിക് സെക്ഷനിൽ ഒരേ ഒരു മെമ്പർ ഫംഗ്ഷൻ ആണുള്ളത്. ആൻഡ് ഇറ്റ് ഡിസ്പ്ലേസ് ഡിറൈവ്ഡ് അല്ലെ, ഇറ്റ് ഡിസ്പ്ലേസ് ദ വേർഡ് ഡിറൈവ്ഡ് ആസ് ആൻ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം രണ്ട് ക്ലാസ്സസ് ABC ആൻഡ് XYZ. XYZ ബേസ് ആണ്, ABC ഡിറൈവ്ഡ് ആണ്.
പബ്ലിക്ലി ഇൻഹെറിറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷനിലോട്ട് നോക്കാം. വോയിഡ് മെയിനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്നത് XYZ സ്റ്റാർ PTR അല്ലെ, XYZ സ്റ്റാർ PTR. ഓക്കെ, XYZ ആണോ ബേസ്, ABC ആണോ ബേസ്? പറഞ്ഞേ. ഏതാ ബേസ്? XYZ ആണോ ABC ആണോ? പറയുന്നുണ്ടോ? അഭിജിത്തിന് XYZ, ബാക്കിയുള്ളവർക്കൊക്കെയോ ABC ആണോ? കമന്റ് ചെയ്യൂ, ഞാനിങ്ങനെ ഓരോരുത്തരെ വിളിക്കണോ ഇനി? രോഹിത്, ഏതാ ബേസ് ക്ലാസ്? രോഹിത് ഇല്ലേ? XYZ ആണോ ബേസ് ക്ലാസ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ, XYZ ആണോ ബേസ് ക്ലാസ്? ഗോപിക ലെഫ്റ്റ് ആയ? അശ്വിൻ രാജ്, ഓക്കെ, XYZ ആണ് ബേസ് ക്ലാസ്. ഓക്കെ, ABC ഡിറൈവഡ്. കൺഫ്യൂഷൻ ഉണ്ടോ അതില്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ക്ലാസ് നെയിം കോളൻ വിസിബിലിറ്റി മോഡ് ബേസ് ക്ലാസ് നെയിം. ഓക്കെ, അപ്പൊ ബേസ് ക്ലാസ് നെയിം ഇവിടെയാണ് ഉണ്ടാവുക. XYZ ആണ് ബേസ് ക്ലാസ്, ABC ഡിറൈവഡ് ക്ലാസ്. ഓക്കെ, നമ്മൾ പോയിന്റർ പറഞ്ഞിട്ടുള്ളത് ഏത് ക്ലാസ്സിനാണ്? ബേസ് ക്ലാസ്സിനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. XYZ സ്റ്റാർ PTR. അപ്പൊ PTR എന്ന് പറയുന്നത് ബേസ് ക്ലാസിന്റെ പോയിന്റർ ആണ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? അത് ഓർത്ത് വെക്കുക. PTR ബേസ് ക്ലാസിന്റെ പോയിന്റർ ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വി ക്രിയേറ്റഡ് ഒബ്ജക്ട് അല്ലെ, ഒബ്ജക്ട് ഫോർ അവർ ബേസ് ക്ലാസ് XYZ. ഓക്കെ, OB1 ആണ് ബേസ് ക്ലാസിന്റെ ഒബ്ജക്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഡിറൈവഡ് ക്ലാസ്സിന് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, OB2 അല്ലെ. XYZന് OB1, ABCക്ക് OB2. ഇതുവരെ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ഹലോ, ഓക്കെ. ഇനി ഉള്ള സ്റ്റേറ്റ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കാം. ഫസ്റ്റ്, PTR is equal to ampersand OB1. എന്താ നടന്നേക്കുന്നത്? PTR is equal to ampersand OB1, which means we are assigning the address of OB1 to the pointer variable PTR. അല്ലേ? ആണോ? OB1 is the object of our base class and PTR is the pointer created for base class. ശരിയല്ലേ? ആണോ? ഓക്കെ, ഇപ്പൊ OB1ന്റെ അഡ്രസ് എവിടെയുണ്ട്? നമ്മുടെ പോയിന്റർ PTRൽ ഉണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. PTR ആരോ ഓപ്പറേറ്റർ ഷോ ബേസ്. ഈ ഷോ ബേസ് എന്നുള്ളത് ഏത് മെമ്പർ ഫംഗ്ഷൻ ആണ്? ഏത് ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷൻ ആണ്? ബേസ് ക്ലാസ്സിലെ ആണോ ഡിറൈവഡ് ക്ലാസ്സിലെ ആണോ? ഷോ ബേസ് എന്നുള്ളത് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, ഷോ ബേസ് എന്നുള്ളത് ഏത് ക്ലാസ് മെമ്പർ ഫംഗ്ഷൻ ആണ്? ബേസ് ക്ലാസിന്റെ ആണോ ഡിറൈവഡ് ക്ലാസിന്റെ ആണോ? കമന്റ് ചെയ്തേ. നമ്മുടെ PTR എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ബേസ് എന്നുള്ള ആ ഒരു മെമ്പർ ഫംഗ്ഷൻ ആണ് കോൾ ചെയ്തിട്ടുള്ളത് അല്ലേ. ആ ഷോ ബേസ് എന്നുള്ള മെമ്പർ ഫംഗ്ഷൻ ഏത് ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷൻ ആണ്? XYZലെ ആണോ ABCലെ ആണോ? നോക്കിയിട്ട് പറയൂ.
എക്സ് വൈ സെഡിൽ അല്ലെ, എക്സ് വൈ സെഡിൽ ഷോ ബേസും എ ബി സിയിൽ ഷോ ഡിറൈവഡും ആണുള്ളത്. എക്സ് വൈ സെഡ് നമ്മുടെ ബേസ് ക്ലാസ്, എ ബി സി നമ്മുടെ ഡിറൈവഡ് ക്ലാസ്. ഓക്കെ, അപ്പൊ ബേസ് ക്ലാസ്സിൽ ഷോ ബേസ് എന്നുള്ള മെമ്പർ ഫംഗ്ഷനും ഡിറൈവഡ് ക്ലാസ്സിൽ ഷോ ഡിറൈവഡ് എന്നുള്ള മെമ്പർ ഫംഗ്ഷനും ആണ് ഉള്ളത് അല്ലെ. അപ്പം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ പി ടി ആർ എക്സ് വൈ സെഡ് എന്നുള്ള ബേസ് ക്ലാസിന്റെ പോയിന്റർ ആണ്. ഒ ബി വൺ എന്ന് പറയുന്നതും എക്സ് വൈ സെഡിലുള്ള എക്സ് വൈ സെഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പം ശരിക്കും പി ടി ആർ പോയിന്റർ ഷോ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്, ഈ ഒരു ഷോ ബേസ് എന്നുള്ള ആ ഒരു മെമ്പർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക തന്നെയാണ് അല്ലെ. സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെയാണ് അല്ലെ. സാധാരണ ഇങ്ങനെ തന്നെ അല്ലേ, പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത്രയും പാർട്ടിൽ പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ. എക്സ് വൈ സെഡ് സ്റ്റാർ പി ടി ആർ, എക്സ് വൈ സെഡ് ഒ ബി വൺ, പി ടി ആർ ഇസ് ഇക്വൽ ടു ആംപ്രസന്റ് ഒ ബി വൺ, പി ടി ആർ ആരോ മാർക്ക്, ആരോ ഓപ്പറേറ്റർ, ഷോ ബേസ് അല്ലെ. ഇത്രയും പാർട്ട് നമ്മുടെ പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് തന്നെയാണ്. അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇത്രയും ക്ലിയർ ആണോ? കമന്റ് ചെയ്തേ. ഓക്കെ, ഇനി നോക്കുക, അടുത്തത് ശ്രദ്ധിച്ച് നോക്കുക. അടുത്തത് പി ടി ആർ ഇസ് ഇക്വൽ ടു ആംപ്രസന്റ് ഒ ബി ടു. ഓക്കെ, ഒ ബി ടു എന്ന് പറയുന്നത് ഏത് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്? ഏത് ക്ലാസിന്റെയാണ്? കമന്റ് ചെയ്യുന്നുണ്ടോ? ഒ ബി ടു എന്ന് പറയുന്നത് ഏത് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്? എ ബി സി ഡിറൈവഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് എന്ത്? ഒ ബി ടു എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ അഡ്രസ്സ് നമ്മൾ പി ടി ആറിലേക്ക് കൊടുക്കുന്നുണ്ട്. പി ടി ആർ എക്സ് വൈ സെഡ് ബേസിന്റെ പി ടി ആർ. ഓക്കെ, ബേസിന്റെ പോയിന്റർ. ഓക്കെ, കുഴപ്പമില്ല. പി ടി ആറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡിറൈവഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ്സ് നമ്മൾ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പം ഇനി അത് ചെയ്യുന്ന എന്താ? ഒ ബി ടു ഈ ഡിറൈവഡ് ക്ലാസിന്റെ കാര്യങ്ങളാണ് ചെയ്യുക അല്ലെ. ബട്ട് പി ടി ആർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ സെഡിന്റെ പോയിന്റർ ആണ്. ഓക്കെ, അപ്പം ഇതിന് ശേഷം നമ്മൾ അസൈൻ ചെയ്തു. അസൈൻ ചെയ്തതിന് ശേഷം പി ടി ആർ ആരോ ഓപ്പറേറ്റർ ഷോ ബേസ് ചെയ്യാണ്. ഓക്കെ, പി ടി ആർ ആരോ ഓപ്പറേറ്റർ ഷോ ബേസ്. ഷോ ബേസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബേസ് ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻ തന്നെയാണ്. പി ടി ആർ എന്ന് പറയുന്നതോ ബേസ് ക്ലാസിന്റെ പോയിന്റർ തന്നെയാണ്. പി ടി ആറിന്റെ അകത്തുള്ളത് ഡിറൈവഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ആണ്. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല, ഷോ ബേസ് എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഡിറൈവഡ് ക്ലാസ്സിൽ എങ്ങനെയാണ്? പബ്ലിക്ലി ആണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പം ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് സെക്ഷൻ മെമ്പേഴ്സ് ഒക്കെ ഡിറൈവഡ് ക്ലാസിന്റെയും പബ്ലിക് സെക്ഷൻ മെമ്പർ ആയിട്ടുണ്ട്. മാത്രമല്ല പി ടി ആർ എന്ന് പറയുന്നത് ബേസ് ക്ലാസിന്റെ പോയിന്റർ തന്നെയാണ്. അതുകൊണ്ട് ബേസ് ക്ലാസ്സിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഈ പി ടി ആർ ആംപ്രസന്റ് ഷോ ബേസ് ആ ഒരു പി ടി ആർ ആരോ ഓപ്പറേറ്റർ ഷോ ബേസ് എന്ന് പറയുന്ന സമയത്ത് ബേസ് ക്ലാസ്സിലുള്ള ആ ഷോ ബേസ് എന്നുള്ള മെമ്പർ ഫംഗ്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? പി ടി ആർ എന്ന് പറയുന്നത് ബേസിന്റെ പോയിന്റർ ആണ്. ഹോൾഡ് ചെയ്തേക്കുന്നത് ഡിറൈവിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ആണ്. പക്ഷെ ഡിറൈവിന്റെ ഒബ്ജക്റ്റ് അഡ്രസ് ആണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും പി ടി ആർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റർ ബേസ് ക്ലാസിന്റെ പോയിന്ററാണ്. അതുകൊണ്ട് ബേസ് ക്ലാസ്സിലുള്ള എല്ലാ മെമ്പർ ഫംഗ്ഷനും ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുത്താൽ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് ബേസ് എന്നുള്ള ഈ ഒരു ഔട്ട്പുട്ട് തരും. മനസ്സിലായോ? ഫസ്റ്റ് ബേസ് എന്നുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട്, സെക്കൻഡ് ബേസ് എന്നുള്ളത് ഈ ഒരു ബേസിന്റെ ഔട്ട്പുട്ട്, ഷോ ബേസിന്റെ ഔട്ട്പുട്ട്. ഇത്രയും ക്ലിയർ ആണോ? ഒന്നും കൂടി പറയണോ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണ്ട. ഓക്കെ, ഇനി ട്വിസ്റ്റ് വരുന്നത് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിലാണ്. നോക്കുക, ഇവിടെ നോക്കുക. പി ടി ആർ ആരോ ഓപ്പറേറ്റർ ഷോ ഡിറൈവഡ്. ഓക്കെ, പി ടി ആർ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ക്ലാസിന്റെ പോയിന്റർ. ഇപ്പൊ പി ടി ആർ ഹോൾഡ് ചെയ്യിക്കുന്നത് ഡിറൈവഡ് ക്ലാസിന്റെ അഡ്രസ്. ഷോ ഡിറൈവഡ് എന്ന് പറയുന്നതും ഡിറൈവഡ് ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻ. ഓക്കെ,
പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യൂല. കാരണം PTR എന്ന് പറയുന്നത് ബേസിന്റെ പോയിന്റർ ആണ്. ഓക്കെ, ഡിറൈവ്ഡ് ക്ലാസ്സിന് മാത്രമായിട്ടുള്ളതാണ് ഷോ ഡിറൈവ്ഡ് എന്നുള്ള ആ ഒരു മെമ്പർ ഫംഗ്ഷൻ. Okay, so it is not possible to invoke show derived by using base class pointer. Base class pointer use ചെയ്തിട്ട് ബേസ് ക്ലാസ്സിലുള്ള ഫങ്ഷൻസ്, മെമ്പർ ഫങ്ഷൻസ് ഫുള്ള് നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ആണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ബേസ് ക്ലാസിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബേസ് ക്ലാസ് പോയിന്റർ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം, ഇൻവോക്ക് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ ബേസ് ക്ലാസ് പോയിന്റർ വെച്ചിട്ട് ഡിറൈവ്ഡ് ക്ലാസ്സിന് മാത്രമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ ഒന്ന് പറയുന്നുണ്ട്, ബൈ യൂസിങ് PTR ഇറ്റ് ഈസ് പോസിബിൾ ടു ആക്സസ് ഓൾ മെമ്പർ ഫംഗ്ഷൻ ഓഫ് ക്ലാസ് XYZ ബിക്കോസ് PTR ഈസ് ദ പോയിന്റർ. PTR is the pointer of class XYZ. Okay, in class ABC using base class pointer we can access only the member functions inherited from XYZ. It is not possible to access member function that originally belong to ABC. Derived class ന് മാത്രമായിട്ടുള്ള ബേസ് ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ ഫങ്ഷൻസ് ഒക്കെ ബേസ് ക്ലാസ് പോയിന്റർ യൂസ് ചെയ്തിട്ട് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻവോക്ക് ചെയ്യാം. പക്ഷെ ഡിറൈവ്ഡ് ക്ലാസ്സിന് മാത്രമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ബേസ് ക്ലാസ് പോയിന്റർ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ അല്ലേ? ഈ PDF ലിൻവേസിൽ വെച്ചിട്ടില്ല കേട്ടോ. ഈ PDF തേർഡ് മൊഡ്യൂളിന്റെ ഒന്നും ലിൻവേസിലായിട്ടുണ്ടാവില്ലല്ലോ. തേർഡ് മൊഡ്യൂളിന്റെ ഇത് ടെക്സ്റ്റ് അല്ല, ഇത് ജസ്റ്റ് നോട്ട് എഴുതിയതാണ്, സോഫ്റ്റ് കോപ്പി എഴുതിയതാണ്. ഓക്കെ, ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാലഗുരുസ്വാമിയുടെ ടെക്സ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഈ പോയിന്റേഴ്സ് ടു ഡിറൈവ്ഡ് ക്ലാസ് ഓർമ്മിക്കേണ്ട പോയിന്റ് എത്രയേ ഉള്ളൂ. ബേസ് ക്ലാസിന്റെ പോയിന്റർ വെച്ചിട്ട് ബേസ് ക്ലാസിന്റെ മെമ്പർ ഫങ്ഷൻസ് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതിപ്പോൾ ബേസ് ക്ലാസിന്റെ പോയിന്റർ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്നതാണെങ്കിലും ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്നതാണെങ്കിലും ബേസ് ക്ലാസിന്റെ പോയിന്റർ വെച്ചിട്ട് ബേസ് ക്ലാസിന്റെ മെമ്പർ ഫങ്ഷൻസ് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഫങ്ഷൻ ഓവർലോഡിങ് ആൻഡ് പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ. പോളിമോർഫിസം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് മെയിൻ ആയിട്ട് കമ്പൈൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം, ഇങ്ങനെ രണ്ട് രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഈ കമ്പൈൽ ടൈം പോളിമോർഫിസിലാണ് ഫങ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ് വരുന്നത്. റൺ ടൈം പോളിമോർഫിസിലാണ് വിർച്വൽ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക് വിർച്വൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിലുള്ള ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിങ് ആൻഡ് ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ഓവർലോഡിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് ദ സെയിം ഫംഗ്ഷൻ നെയിം ബട്ട് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, അല്ലെ? ഡിഫറെന്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. ഓർ ഇപ്പൊ ഫസ്റ്റത്തെ ഈ വോയിഡ് ആഡ് നോക്കുകയാണെങ്കിൽ ആഡ് എന്നുള്ള ഫംഗ്ഷൻ നെയിം ആണ്, ആഡ് എന്നുള്ള സെയിം ഡാറ്റ ടൈപ്പും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ആദ്യത്തേല് 2 ഇന്റീജർ വേരിയബിൾസ് ആണ് പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തേല് 3 ഇന്റീജർ വേരിയബിൾസ് ആണ്, മൂന്നാമത്തേല് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ അതിന്റെ ഒരു പ്രോഗ്രാം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. റൺ ടൈം പോളിമോർഫിസം, ഫംഗ്ഷൻ ഓവർ റൈഡിങ്.
ഫങ്ഷൻ ഓവർ റൈഡിങ് ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ പറയണോ? ഹലോ, ഇത് ക്ലിയർ ആയോ? ഡിറൈവഡ് പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, അപ്പം ടെക്സ്റ്റ് ബുക്ക് ലിങ്ക് ബേസ്ഡ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോഗ്രാമും കൂടി ഒന്ന് നോക്കിയിട്ട് നാളെ പക്ക ആയിട്ട് വരിക. ഓക്കെ, നാളെ നമുക്ക് ഈ ഫങ്ഷൻ ഓവർ റൈഡിംഗ് എന്ന് പറയാം. ഓക്കെ, രണ്ടും കൂടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോകും. ഓക്കെ ഓക്കെ, അപ്പൊ ഇതുവരെയുള്ളത് നോക്കിയിട്ട് വരാം. അറ്റൻഡൻസ്